ഇന്ന് എന്തോ ഒരു കുറവ് എന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ടോ? ഇല്ലേ? ഇന്ന് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. അതെന്താ കാരണം എന്നറിയോ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ്റെ വീഡിയോ ആണ്. അത് ഞാൻ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ആക്ച്വലി എൻ്റെ കയ്യിൽ 2 ബുള്ളറ്റ് ലിപ്സ്റ്റിക്സേ ഉള്ളൂ. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ കളക്ഷനാണ്. ഇപ്പം എൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് ഓരോരോ ടൈം പീരീഡിൽ ഓരോന്നാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 ഇയറിൽ പുറത്തൊക്കെ ആയിട്ട് ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് മാത്രമാണ് യൂസ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു കൺസേൺ എന്താ വെച്ചാൽ ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിരിക്കണം, പിന്നെ റീഅപ്ലൈ ചെയ്യേണ്ടി വരരുത്. അപ്പോൾ അത് ബുള്ളറ്റ് ലിപ്സ്റ്റിക്സിൽ ഇപ്പോഴാണ് കുറച്ചും കൂടി ആയി വരുന്നത് ലോങ് ലാസ്റ്റിങ്. ബാക്കി പെട്ടെന്ന് അത് പോവും. ലിക്വിഡ് അതേസമയം ലിക്വിഡ് കുറേ നേരം ലാസ്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് റീടച്ച് ചെയ്യാനും വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കിലേക്ക് തന്നെ പോയത്. എൻ്റെ കയ്യിലുള്ള 2 ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ഫ്ലോർമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. ഫ്ലോർമാറിൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് റിലയൻസിൻ്റെ ട്രെൻഡ്സിലൊക്കെ മാത്രമേ അല്ലെങ്കിൽ റിലയൻസിൻ്റെ സ്റ്റോഴ്സിലൊക്കെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ പേര് വിൻറ്റേജ് പിങ്ക് എന്നാണ്. ഇത് ആക്ച്വലി അത്യാവശ്യം നല്ല രസമുള്ള ഒരു എന്നാൽ ന്യൂഡല്ല, എന്നാൽ കുറച്ച് ബ്രൈറ്റ് ആണ്, എന്നാൽ ഒരുപാട് ബ്രൈറ്റും അല്ല. അപ്പം ഞാനിത് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം ലിപ്പിൽ. ഇത് ആക്ച്വലി നല്ല കംഫർട്ടബിൾ ഫോമുലയാണ്. ഞാൻ കുറേ നാളായി ഇട്ടിട്ട്, ഇപ്പം ഇട്ടപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നു. ഭയങ്കര കംഫർട്ടബിൾ ഫോമുലയാണ്. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. കുറച്ചൊരു ബ്രൈറ്റ് ആക്കുന്ന ഷെയ്ഡാണ്, എന്നാൽ ഭയങ്കര ഒരു റെഡ് അങ്ങനെയല്ല. അടുത്തതൊരു കൊറിയൻ ലിപ്സ്റ്റിക്കാണ്. ഇത് ആക്ച്വലി ഇത് പെരിപ്പെറ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്. ഈ പെരിപ്പെറയുടെ ലിപ് ടിൻ്റ് ഉണ്ട്, ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ഉണ്ട്. അത് ആക്ച്വലി കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഡെയിലി റോസ് എന്ന് പറഞ്ഞ പെരിപ്പെറയുടെ ഇങ്ക് എയറി സ്റ്റിക്കാണ്. ഇതൊരു എയറി മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്, ഒരു വോം പിങ്ക് അങ്ങനത്തെ ഷെയ്ഡാണ്. ആൻഡ് ഇത് കൊറിയൻ ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ കൊറിയൻ ലിപ്സ്റ്റിക്സിൻ്റെ ഒരു ഫോമുല എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബ്ലേർഡ് ആയിട്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ഫോമുലയാണ്. അതായത് ഒരു എയറി അങ്ങനത്തെ ഒരു ലുക്കാണ് തരിക. പറയാതിരിക്കാൻ പറ്റില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ കണ്ടോ എത്ര യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇനി ആക്ച്വലി ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് ഉള്ളത്. ലിക്വിഡ് ലിപ്സ്റ്റിക്സ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട്, ലിക്വിഡ് ലിപ്സ്റ്റിക്സ് നിങ്ങൾക്ക് ഇടാൻ താല്പര്യമില്ല, ബിക്കോസ് അത് ഭയങ്കരമായിട്ട് ചുണ്ട് ഡ്രൈ ആക്കും. അതുകൊണ്ട് കുഴപ്പമില്ല, എത്ര റീഅപ്ലൈ ചെയ്താലും കുഴപ്പമില്ല, ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് തന്നെ യൂസ് ചെയ്യാന്ന് പറയും. പക്ഷേ ഇത് ലോറിയൽ പാരീസിൻ്റെ കുറച്ച് ഓൾഡ് ലോഞ്ചാണ്, ഇപ്പോഴും പക്ഷേ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര കംഫർട്ടബിളാണ് ഇതിടാൻ. ഇതെങ്ങനെ ഇട്ടിട്ടുണ്ട് എന്ന് അറിയത്തില്ല, പക്ഷെ അധികം ലോങ് ലാസ്റ്റ് ചെയ്യൊന്നുമില്ല. നല്ല ബ്രൈറ്റ് ഷെയ്ഡൊക്കെ ഇട്ടാൽ കുറച്ചൊരു ടിൻറ്റ് പോലെയൊക്കെ കിടക്കും എന്നല്ലാതെ ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മൾ ഇന്ന് ഫുഡ് കഴിച്ചാൽ മീലൊക്കെ കഴിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇത് പോവും. പക്ഷേ ഇത് ഭയങ്കര അടിപൊളിയാണ്. അതായത് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് തുടങ്ങണം എന്നുള്ളവർക്ക് ആക്ച്വലി വാങ്ങി നോക്കാവുന്ന ആദ്യത്തെ ലിപ്സ്റ്റിക്ക് ഇതായിരിക്കും. ഇത് നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾ ആക്ച്വലി ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഇഷ്ടപ്പെടും. ഇതിൻ്റെ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം കാരണം ഞാൻ അതിൻ്റെ ഒരു 3 ഷെയ്ഡ് കയ്യിലുണ്ട്. ഇതൊരു കുറച്ച് നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, അതിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് ഐ ആം വർത്ത് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണിത്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ എത്രയൊക്കെ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ ഫേവററ്റിലേക്ക് ഗോയിങ് ബാക്ക് ടു ഒരു ഫേവററ്റ് ലിപ്സ്റ്റിക് അങ്ങനെ പോവില്ലേ? വീണ്ടും വീണ്ടും വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും അവസാനം ആ ഒരു ഷെയ്ഡിലേക്ക് തന്നെ പോകുന്നത്. അങ്ങനെ എനിക്കും ഉണ്ടൊരു ലിപ്സ്റ്റിക്ക്. അതാണ് ഈ ലിപ്സ്റ്റിക്ക്. ഇത് നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഒരു റാൻഡം പർച്ചേസ് ആയിരുന്നു. അതായത് ഞാൻ നോർമലി ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങുന്ന സമയത്ത് കുറേ റിവ്യൂസും അതിൻ്റെ ഷെയ്ഡ് കറക്റ്റായിട്ടുള്ള ഷെയ്ഡ് നോക്കിയിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്, ഫോമുല എല്ലാം നോക്കിയിട്ടാണ് വാങ്ങുക. ചില സമയത്ത് നമ്മളിങ്ങനെ ഒരു സ്റ്റോറിൽ ചെല്ലുമ്പോൾ റാൻഡമായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടും അങ്ങനെ പോവില്ലേ? അങ്ങനെ പോയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇത് നൈക്കയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അത് ഡിയർ ഡോക്ക് എന്നാണ് എൻ്റെ പേര്. ഇത് ഈ ഒരു റേഞ്ചിലുള്ള ഓൾ ഡേ മാറ്റ് റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്കാണ്. ഇത് ആക്ച്വലി എനിക്ക് ആദ്യം തോന്നിയിരുന്നത് ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും, ലിപ്സ് നന്നായിട്ട് ഡ്രൈ ആക്കുന്ന പോലെ എനിക്ക് ആദ്യം തോന്നിയിട്ട് ഞാൻ കുറച്ച് നാളത് ഉപയോഗിക്കാതെ വെച്ചിരുന്നു. പക്ഷെ നല്ല ഷെയ്ഡ്, കളർ നല്ല രസമുണ്ട്. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അത് ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു. അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത, ഇതെടുക്കുമ്പോൾ സാധാരണ എല്ലാവരും നേരെ ആപ്ലിക്കേറ്റർ ഇങ്ങനെ എടുത്തിട്ട്
നേരെ കൊണ്ടുപോയി ലിപ്സിലേക്ക് തേക്കുക. അങ്ങനെ ചെയ്യരുത്. എന്തായാലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. ലിപ്പ് മോയ്സ്ചറൈസ്ഡ് ആയി ലിപ് ബാമോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് കുറച്ച് സമയം കൊടുക്കുക. എന്നിട്ട് ഈ വോണ്ട് കൊണ്ടുവന്നിട്ട് ഈ വോണ്ടിൽ എക്സ്ട്രാ ഉള്ളതെല്ലാം ഇതിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് അതിൽ ഉള്ളത് കുറച്ച് ഷെയ്ഡ് മാത്രം ഉള്ളെങ്കിൽ അതെടുത്തിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. ഇനി ആക്ച്വലി 2 നൈക്കയുടെ ലിപ്സ്റ്റിക്സും കൂടെ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഒരു മാറ്റ് റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്കാണ്. ഇത് ഖൂബ്സൂരത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. പക്ഷെ ഇതൊരു പിങ്ക് അണ്ടർടോണുള്ള ഷെയ്ഡാണ്. വേണമെങ്കിൽ വർക്കാക്കി എടുക്കാമെന്നേ ഉള്ളൂ എനിക്ക്. അതേപോലെ തന്നെയാണ് ഒരു കൂൾ കാറ്റ് എന്ന് പറഞ്ഞിട്ട്, ഇത് ആക്ച്വലി എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ പോലത്തെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. ഇതും നൈക്കയുടെ ലിപ്സ്റ്റിക്ക് തന്നെയാണ്, കൂൾ കാറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് ആക്ച്വലി ഇത് ഭയങ്കര ന്യൂഡാണ്. ന്യൂഡിൻ്റെ അല്ല, പക്ഷെ ഭയങ്കര ന്യൂഡാണ്. പൊട്ടിപ്പോയിട്ടുണ്ട് ന്യൂഡാണ്. പിന്നെ ഞാനതുകൊണ്ട് ഇത് കയ്യിൽ സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇത് ഭയങ്കര കൂൾ അണ്ടർടോണിലുള്ള നല്ല ഫെയർ സ്കിന്നുള്ളവർക്ക് മാത്രം സ്യൂട്ട് ആവുന്ന പോലെ, അല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരു ഷെയ്ഡാണിത്, കൂൾ കാറ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നല്ല കളറ് നല്ല രസമുണ്ട്. അതേപോലെ ഖൂബ്സൂരത്ത് ഇത് ഭയങ്കര നിയോൺ പിങ്ക് പോലത്തെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ആക്ച്വലി ഞാൻ ഇട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇട്ടിട്ട് പുറത്തൊക്കെ പോയിട്ടുണ്ട്. ഇത് ഞാൻ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ, കൂൾ കാറ്റ്. ഇത് ഖൂബ്സൂരത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതും ഒരുവിധം ഇന്ത്യൻ സ്കിൻ ടോണിനൊക്കെ കുറച്ചൊന്ന് വാഷ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ അത്രയും കൂൾ അണ്ടർടോൺ ആയിരിക്കണം, അല്ലെങ്കിൽ അത്രയും ഫെയർ ആയിരിക്കണം. അടുത്തത് മെയ്ബലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും ഉണ്ട്. ഞാൻ മുമ്പ് ഒരു തവണ അതിൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ആക്ച്വലി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു, ഷെയ്ഡൊക്കെ ഇഷ്ടമായിരുന്നു. ഇതിൻ്റെ ലിക്വിഡ് ആക്കിയപ്പോൾ അവർ മെയ്ബലിൻ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് എന്ന് പറഞ്ഞിട്ടാണ്, അത് ലിക്വിഡ് ആക്കിയപ്പോൾ ചെറിയ രീതിയിൽ കളറിൽ ചേഞ്ച് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ആക്ച്വലി ഇതും നല്ല ഷെയ്ഡാണ്, ന്യൂഡ് നുവാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. പക്ഷെ എനിക്കെന്തോ ഇതിൻ്റെ ഫോർമുലേഷൻ ആണോ എന്തോ കൊണ്ട് എനിക്ക് ഈ ലിപ്സ്റ്റിക് അത്ര ഇഷ്ടമായില്ല. അടുത്തത് ആക്ച്വലി ഫേസസ് കാനഡയുടെ ഇതേപോലെ ഒരു കംഫി മാറ്റ് എന്ന് പറഞ്ഞുള്ള ലിപ്സ്റ്റിക്സ് ആണ്. അത് ആക്ച്വലി ഇതും എൻ്റെ കയ്യിൽ ഒരു 3 ഷെയ്ഡ് ഉണ്ട്. ബിക്കോസ് എനിക്ക് ഇതിൻ്റെ ഫോർമുല ഇഷ്ടമാണ്, അതിൻ്റെ ഒരു ഷെയ്ഡ് റേഞ്ചും എനിക്കിഷ്ടമാണ്. നല്ല പിഗ്മെൻറ്റഡ് ആണ്, എന്നാൽ നല്ല കംഫർട്ടബിൾ ആണ്, കുറേ ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ചെയ്യും. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഭയങ്കര ഒരു കൂൾ മജന്ത അങ്ങനത്തെ പോലത്തെ ഒരു ഷെയ്ഡാണ്. പക്ഷെ എനിക്കിത് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി മെയ്ബലിൻ്റെ ഇങ്ക് വിനൈൽ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ 3 ഷെയ്ഡ്സ് ആക്ച്വലി എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആക്കുന്നത് ഇതിൻ്റെ പാക്കേജിങ്ങിൽ കൊടുത്തേക്കുന്ന കളറല്ല ഈ ലിപ്സ്റ്റിക്കിൻ്റെ കളർ. അത് എനിക്കൊന്ന് ഓൺലൈനിലും അങ്ങനെ തന്നെയാണ്. ഓൺലൈനിൽ കൊടുത്തേക്കുന്നതും കണ്ട കളർ വെച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്താൽ അതല്ല കിട്ടുക. ഇതാണ് സപ്പോസ് നമ്മൾ ഇടുന്നതെങ്കിൽ ഇതിൻ്റെ പുറത്തെ ലിപ് ഗ്ലോസ് ഇടേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇത് ഭയങ്കര ഗ്ലോസിയാണ്. ഈ ഗ്ലോസിനെസ് കുറേ നേരം നിൽക്കും കേട്ടോ. കുറേ നേരം അല്ല, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇത് പോകുന്നത് വരെയൊക്കെ നിൽക്കും. ആ ഗ്ലോസിനെസ് അങ്ങനെ തന്നെ നിൽക്കും. ആൻഡ് ഓൾസോ ഇത് പെട്ടെന്നൊന്നും പോവില്ല, ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ ചില സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ട് ഒക്കെ ആവുകയാണെങ്കിൽ മാത്രം ഇങ്ങനെ വിട്ട് പോകുന്ന പോലെ പോകും. അല്ലെങ്കിൽ കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. പക്ഷെ ഉള്ളൊരു കാര്യം വെച്ചാൽ ഇതൊന്ന് സെറ്റിലാവാൻ, അതായത് ഇപ്പോൾ ഒരു 5-10 മിനിറ്റോ എടുക്കും ഇത് ലിപ്സ്റ്റിക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് സെറ്റിലാവാൻ. അതുവരെ ഒരു ടാക്കി ഫീലിംഗ് ഉണ്ടാവും, ഇങ്ങനെ ചുണ്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. പക്ഷെ വൺസ് സെറ്റ് ആയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ സ്റ്റിൽ അതിനൊരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് മാറ്റായിട്ട് അങ്ങനെ ഒരു ലിപ്സ്റ്റിക് അല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ചുണ്ടിടയ്ക്ക് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നത്. പക്ഷെ അത് ഓക്കെ ആണെങ്കിൽ, ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഗ്ലോസിനെസ് ഉള്ള ലിപ്സ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡ് എന്ന് പറഞ്ഞത് ലിപ്പി എന്ന് പറഞ്ഞുള്ള ഷെയ്ഡാണ്. ഇതാണ് ആക്ച്വലി ലിപ്പി. ഇതാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ഇത് നല്ല ഷെയ്ഡാണ് ലിപ്പി. ബാക്കി ഇത് ആക്ച്വലി ഇതിനേക്കാളും പാക്കേജിങ്ങിൽ കണ്ടാൽ അറിയാം
ഈ ലിപ്പിയെക്കാളും കളറുള്ളത് ഈ ഷെയ്ഡിനാണ്, സോസി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സോസി ഭയങ്കര ന്യൂഡാണ്. ഞാനതും ഇട്ട് കാണിച്ചു തരാം. ഇനി പറയാനുള്ളത് ആക്ച്വലി ലാക്മേ അബ്സല്യൂട്ടിന്റെ മാറ്റ് മെൽറ്റ് മിനിയിലുള്ള ബ്രൗൺ സുവനിയർ എന്നാണ് ഇതിന്റെ പേര്. ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ചാണ്. എനിക്ക് ആക്ച്വലി എല്ലാ ബ്രൗൺ ലിപ്സ്റ്റിക്സും ഒന്നും ചേരാത്ത പോലെ എനിക്ക് തോന്നും. ചില ബ്രൗൺസ് മാത്രമേ എനിക്ക് ചേരുള്ളൂ. പക്ഷേ ഇതുണ്ടല്ലോ, ഇത് ഫോർമുല വൈസ് ആണെങ്കിലും ഇതിൻ്റെ ഷെയ്ഡ് വൈസ് ആണെങ്കിലും ഇതിൻ്റെ പ്രൈസ് വെച്ചിട്ടാണെങ്കിലും ഒക്കെ ഭയങ്കര അടിപൊളി ലിപ്സ്റ്റിക്കാണ്. എനിക്കൊന്ന് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോൺസിനും ഇത് ചേരും, അത്ര ഉറപ്പുള്ളതാണ്. പക്ഷെ മിക്കപ്പോഴും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും എല്ലാത്തിലും. അതായത് ഇപ്പോൾ ടിറയിലാണെങ്കിലും നൈക്കയിലാണെങ്കിലും ഒക്കെ എപ്പോഴും മിക്കവാറും സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. എപ്പോഴെങ്കിലും സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ട് ടിറയിലോ നൈക്കയിലോ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അത് അപ്പം തന്നെ വാങ്ങിക്കോട്ടോ. അത്രയും അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ചെറിയ പ്രൈസേ ഉള്ളൂ. ഇത് ആക്ച്വലി ഇതൊരു ബ്രൗൺ ലിപ്സ്റ്റിക്കാണ്. ഇത് മൈഗ്ലാമിൻ്റെ ബ്രൗൺ ലിപ്സ്റ്റിക്കാണ്. എന്തൊരു ഓഫർ വരുമായിരുന്നു. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡെലിവറി ചാർജ് മാത്രം പേ ചെയ്ത് കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് ലിപ്സ്റ്റിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് അവരുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. അപ്പം അങ്ങനെ വാങ്ങിയൊരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്കറിയില്ല, മറന്നുപോയി. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക് അല്ല. ബിക്കോസ് ഇത് ഭയങ്കര ഡ്രൈയിങ് ആക്കും ചുണ്ട്. എനിക്ക് ഷെയ്ഡൊക്കെ ഇഷ്ടമായിരുന്നു. ഒരു ബ്രൗൺ ആണ്, പക്ഷെ എനിക്ക് ഷെയ്ഡൊക്കെ ഇഷ്ടമായി. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റിങ്ങുമാണ്, പക്ഷെ ഭയങ്കരമായിട്ട് ലിപ്പ് ഡ്രൈ ആക്കും. പിന്നെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര പാച്ചി ആയിട്ടൊക്കെ വരും. അതുകൊണ്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഷെയ്ഡ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഒരു റെഡിഷ് ബ്രൗൺ കളറാണ് ഇത്. ആക്ച്വലി ഇതൊരു ഈ പറഞ്ഞ ഒരു ടെറാക്കോട്ട ബ്രൗൺ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തൊരു ലിപ്സ്റ്റിക്കാണ്. പക്ഷെ വന്നപ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ സ്കിൻ ടോണിന് അത് നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടാണ് കാണുന്നത്. വോമാണ്, പക്ഷേ ഡാർക്ക് ബ്രൗൺ ആണ്. അതുകൊണ്ട് ആക്ച്വലി അതുകൊണ്ടും പിന്നെ എനിക്ക് ഇതിൻ്റെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വോണ്ട് ഇഷ്ടമായിട്ടില്ല. അതിൻ്റെ ആപ്ലിക്കേറ്റർ ഒരു സുഖമില്ലാത്ത ആപ്ലിക്കേറ്ററാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിൽ ഡിസപ്പോയിൻമെന്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ആക്ച്വലി ഇത് ഫേസസ് കാൻഡിഡയുടെ കംഫി മാറ്റ് പ്രോ എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്കാണ്. നേരത്തെ നമ്മൾ കംഫി മാറ്റ് ലിപ്സ്റ്റിക് ആട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഫോമുലയും അതിൻ്റെ കളറും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഇതെനിക്ക് അത്ര ഇഷ്ടമായില്ല. അതിൻ്റെ ഫുൾ വേർഷൻ പോലെയുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്, പക്ഷെ അത്ര ഇഷ്ടമായില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ ലിപ്സ്റ്റിക് ആക്ച്വലി ലോറിയൽ പാരിസിൻ്റെ ഇൻഫാലിബിൾ മാറ്റിൻ്റെ പുതിയ റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്സ് ആണ്. അതിൻ്റെ പുതിയ എഡിഷനാണ്. അപ്പോൾ അത് ആക്ച്വലി ഇത് ഭയങ്കര, അതായത് ഹൈലറോണിക് ആസിഡ് അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലിപ്പിനൊരു അധികം ഡ്രൈയിങ് ആക്കില്ല ഇതിട്ടാൽ. ഇത് ഈ പറഞ്ഞ ലോങ് ലാസ്റ്റിംഗ് ആണ്, കുറേ നേരം ലാസ്റ്റ് ചെയ്യും. ഇതിൻ്റെ 2 ഷെയ്ഡ് ആക്ച്വലി എൻ്റെ കയ്യിലുണ്ട്. കൂടുതൽ ഷെയ്ഡ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ കുറേ ഷെയ്ഡ്സ്, നല്ല രസമുള്ള കുറേ ഷെയ്ഡ്സ് ഉണ്ട്. അത് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഇതിൽ ഈ ഇപ്പം ഇട്ടേക്കുന്ന ഈ ഷെയ്ഡാണ്. ഇത് ആക്ച്വലി ഒരു ന്യൂഡ് ഷെയ്ഡാണ്. സ്നൂസ് യുവർ അലാം എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇത് ഞാൻ ബ്ലഷ് ആയിട്ട് ഇടാറുണ്ട്. ഞാൻ മുമ്പ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീലാണെന്ന് തോന്നുന്നു, ഞാൻ അതിൽ പറഞ്ഞിട്ട് എനിക്ക് ലിപ്സ്റ്റിക്ക് അങ്ങനെ ബ്ലഷ് ആയിട്ട് ഇടും. ഇത് കിട്ടിയത് പിന്നെ ഞാൻ ബ്ലഷ് ആയിട്ട് ഇടാറ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. ഇതിൻ്റെ ഫോർമുല വൈസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ഇതാണ്. പിന്നെ അതിൻ്റെ ഞാൻ മുമ്പൊരു ലോറിയൽ മാറ്റിൻ്റെ 3 റേഞ്ചിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിൻ്റെ അതേ ഷെയ്ഡ് റേഞ്ചിലുള്ളതാണ്. ഇതേ ഷെയ്ഡ് ഇത് തന്നെയാണ്, അതേ ഷെയ്ഡാണ്. ഇതിൻ്റെ ഫോർമുലേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ടും ഒരേ പേരിലാണ് വരുന്നത്. ഇത് എൻ്റെ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തതാണ്. ഇത് ഇറങ്ങിയിട്ട് കുറച്ച് കാലമായുള്ളൂ, എന്നിട്ട് രണ്ടാമത്തതാണ് ഞാൻ. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ കറണ്ട് ഫേവറേറ്റ് ആയതുകൊണ്ട് റീപർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. കാണിക്കാനുള്ളത് ആക്ച്വലി ഒരു ലിപ്പ് പാലറ്റ് ആണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്പ് പാലറ്റ് ആണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ആക്ച്വലി ഇത് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റേ ക്രീമി ലിപ്സ്റ്റിക്സ് ആണ്, അധികം ലോങ് ലാസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഇതിൽ ന്യൂഡ്സ് ഉണ്ട്, റെഡ്സ് ഉണ്ട്, ബ്രൗൺസ് ഉണ്ട്, കോറൽ ഷെയ്ഡ്സ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇനി ഇത് ഒന്നും പോരെങ്കിൽ ഇതൊക്കെ തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഇടാം.
അതാണ് ഈ പാലറ്റിൻ്റെ ഒരു പ്രത്യേകത. ഇത് ആക്ച്വലി ഞാൻ ഷൂട്ട്സിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയ ഒരു പാലറ്റാണ്, അതിൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഓൾ അബൌട്ട് ലിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു പാലറ്റാണ്. ഇതിന് ആക്ച്വലി റേറ്റ് ഇതിൽ കൊടുത്തേക്കുന്ന റേറ്റ് തന്നെ 429 ആണ്. അത് എപ്പോഴും ഓഫറിൽ കിട്ടുകയും ചെയ്യും. ഈ റേറ്റ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. അങ്ങനെ ഒരു അത്രയും രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 ലിപ്സ്റ്റിക്സ് ഒരുമിച്ച് കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ, ലവ് യു.